ഇസ്രായേലിൽ 2 വിഭാഗം ആൾക്കാരുണ്ട്. ഇന്നത്തെ ഇസ്രായേൽ എടുക്കുകയാണെങ്കിൽ, അന്ന് ഇസ്രായേൽ ഇല്ല, പക്ഷേ ഇസ്രായേൽ എന്നുള്ള പേരുണ്ട്. ഇന്ന് അത് ഭാരതം പോലെയാണ് കേട്ടോ. അവർക്ക് വേണമെങ്കിൽ പറയാം ഇസ്രായേൽ പണ്ടേ ഉണ്ട്. ഇസ്രായേൽ പണ്ടേ ഒന്നില്ല, 1948 ഇസ്രായേൽ വരുന്നത്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന സംഭവം, ജുഡായ എന്ന് പറയുന്ന സംഭവം പണ്ടേ ഉണ്ട്. ഈ ജുഡായ എന്ന് പറയുന്നത് റോമക്കാരുടെ ഒരു പ്രോവിൻസ് ആയിരുന്നു. റോമക്കാർക്കെതിരെ നിരന്തരമായിട്ട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ഈ റോമക്കാർ. ഏതാണ്ട് ഒരു 40 രാജ്യങ്ങളെങ്കിലും അടക്കി ഭരിച്ചിട്ടുണ്ട്. ഈ 40 രാജ്യങ്ങളിൽ അവരെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തിട്ടുള്ളത് ജുഡായ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയാണ്. കാരണം അവർ വളരെ ടെനേഷ്യസ് ആണ്, ഭയങ്കര പ്യൂരിറ്റൻസ് ആണ്, വളരെ റിജിഡാണ്. അവരിതേ കണക്ക് എന്താ പറയുക, ഈ എക്സ്ട്രീം ഐസിസ് മോഡലായിരുന്നു അവരെ ഒരു ആദ്യ രീതിയിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് അവരാദ്യം ഗ്രീക്ക് അധീനതയിലായിരുന്നു, അവർ അടങ്ങിക്കിടന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് റോമിൻ്റെ അധീനത, ആദ്യം പേർഷ്യൻ അധീനതയിലായിരുന്നു, അതിനുശേഷം ഗ്രീക്ക് അധീനതയിൽ വന്നു, അതിനുശേഷം റോമാക്കാരുടെ കീഴിൽ വന്നു. റോമാക്കാരുടെ കീഴിൽ വന്നപ്പോഴും ടാക്സ് ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ എന്നാലും ഇവരുടെ റിലീജിയസ് ഫ്രീഡം എപ്പോഴൊക്കെ ഹേർട്ട് ചെയ്യുമോ അവരപ്പോഴെല്ലാം തന്നെ വലിയ തോതിൽ അതിനെ, ഞാനൊരു ഒരു സ്പീച്ചിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദ മാസക്കർ ഇൻ മസാദ എന്ന് പറയുന്നൊരു സംഭവം. അതായത് 68 തോന്നുന്നു, CE 68 960 ജൂതന്മാർ ഈ മസാദ എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിലേക്ക് ഈ റോമക്കാരെ ഒരുപാട് പേരെ പരിക്കേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിട്ട് ഇവർ ചെന്നിട്ട് ഒരു തീവ്ര ഒരു ഗ്രൂപ്പാണ് ജൂതന്മാരുടെ. അവർ ആ കോട്ടയ്ക്കകത്ത് കയറിയിരിക്കുകയാണ് 960 പേര്. റോമക്കാർ ഈ കോട്ട തകർക്കുന്ന ഒരു സാധനമുണ്ട്, അത് ഒരു തടി വെച്ചുള്ള ഒരു റാമാണ്, ഒരു ആണാടെന്നൊക്കെ പറയുന്നത്, ആണാടിൻ്റെ ആകൃതിയുള്ള റാം. അതുകൊണ്ട് ഇടിച്ചിടിച്ച് തകർത്ത് ഇവർ ഈ മസാദ അതിനുള്ളിൽ കയറി. അപ്പോഴത്തേക്ക് ഈ ന്യൂസ് കിട്ടിയ ഇവന്മാർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 960 പേരും ആത്മഹത്യ ചെയ്തു. 4 സ്ത്രീകളും ഏതാണ്ട് 10ഓളം കുട്ടികളും മാത്രമാണ് രക്ഷപ്പെട്ടത്. എങ്ങനെയാണ് 960 പേര് ഒരു ദിവസം ആത്മഹത്യ ചെയ്തത്? അതിരാവിലെ തുടങ്ങിയ കൊലയാണ്. സ്ത്രീകളെയും കുട്ടികളെയെല്ലാം പുരുഷന്മാർ ആദ്യം കൊല്ലുന്നു, എന്നിട്ട് അവർ പരസ്പരം വെട്ടിമരിക്കുന്നു. ഏറ്റവും ധീരനായിട്ടുള്ള ആൾ അവസാനം മരിക്കുന്നു. എന്നാലും ഇവന്മാരുടെ മുന്നിൽ കീഴടങ്ങില്ല. ഇത്രയധികം പീഡനങ്ങളും ഇത്രയധികം പ്രതിസന്ധികളും അനുഭവിച്ചിട്ടുള്ള ഒരു ജനത ജൂതന്മാരെ പോലെ വേറെ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ മിശിഹയെ എപ്പോഴും സ്വപ്നം കാണുന്നത്. അത് വന്നിട്ട് ചരിത്രത്തിലുടനീളം ക്രിസ്തുവിൻ്റെ ഘാതകർ എന്നുള്ള വിളി കേട്ട് വളർന്നവരാണ് ജൂതന്മാർ. യൂറോപ്പിലെവിടെയും അവർ ചേരികളിലാണ് ജീവിച്ചിരുന്നത്. ഇരട്ടി ടാക്സ് കൊടുത്തു, ഗവൺമെൻറ് ജോലി അവർക്ക് നിഷിദ്ധമായിരുന്നു. നാട്ടിലെന്തെങ്കിലും കുറ്റങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവരെ പിടിച്ചു കെട്ടി അടിക്കുക. പേമാരി ഉണ്ടായാൽ അത് ചെയ്യുക. പ്ലേഗ് ഉണ്ടായപ്പോൾ, യൂറോപ്പിലെമ്പാടും പ്ലേഗ് ഉണ്ടായപ്പോൾ അതിൻ്റെ കാരണമായി കണ്ടെത്തി ഏതെങ്കിലും വൈറസോ ബാക്ടീരിയോ ആയിരുന്നില്ല, മറിച്ച് ജൂതന്മാരായിരുന്നു എന്നാണ്. ഒരുപാട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ വരുമ്പോൾ ഹിറ്റ്ലർ ജർമ്മനിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ജൂതന്മാരാണെന്ന്. അങ്ങനെയാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. 60 ലക്ഷം ജൂതന്മാരാണ് ഗ്യാസ് ചേമ്പറുകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ഒക്കെ ആയിട്ട് മരിച്ചത്. അങ്ങനെയാണ് അവർ സ്വന്തമായിട്ടൊരു രാജ്യം ഉണ്ടാകും. ആ രാജ്യം ഉണ്ടായിട്ട് ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്? അവരാണ് ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്. അമേരിക്കക്കാരുടെ ഗൂഗിള്, ആപ്പിള്, ഓറഞ്ച്, ഇതെല്ലാം അവരുടെ കയ്യിലാണ്. മൊത്തം സംഭവവും ലോകം നിയന്ത്രിക്കുന്ന ജൂതന്മാരാണ്. ജൂതന്മാരെക്കുറിച്ചൊരു പബ്ലിക് സർവേ നടത്തി കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ നടത്തിപ്പോൾ സംതിങ് ഈസ് റോങ് വിത്ത് ദം എന്നാണ് ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം. എന്നാലും പറയാം അവർ വളരെ മിടുക്കരാണ്, പക്ഷേ അവന്മാരുടെ കയ്യിൽ എന്തോ പണിയുണ്ട്, അവന്മാർ അത്ര വിശ്വസിക്കാൻ കൊള്ളില്ല, ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായമാണ്. ഇത് എന്ന് വന്നാണെന്നറിയോ? ഇത് നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്തുവിൻ്റെ കാലഘട്ടം തൊട്ട് ക്രിസ്തുവിനെ കൊന്നവർ എന്നുള്ള അർത്ഥത്തിൽ ജൂതന്മാർ നിരന്തരമായി വേട്ടയാടപ്പെട്ടതിൻ്റെ ഒരു പരിണിത ഫലമാണ്. ഇന്ന് ക്രിസ്ത്യാനിറ്റിയും ജൂതന്മാരും തമ്മിൽ രമ്യതയിലെത്തുന്ന 1969. അന്നാണ് പോപ്പ് പറയുന്നത് ഇനി മേലിൽ നമ്മൾ ജൂതന്മാരെ ക്രിസ്തുവിൻ്റെ ഘാതകരായിട്ട് വിശേഷിപ്പിക്കാൻ പാടില്ല. കാരണം ആ ഡിഗ്രിയിൽ പറയുന്ന ഇതാണ്, അന്നത്തെ കാലത്തെ ജൂതന്മാർ എല്ലാവരും ക്രിസ്തുവിനെതിരെ നിന്നിട്ടില്ല, ഒരു വിഭാഗം മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പം അന്നുള്ള മുഴുവൻ ജൂതന്മാരും ഇല്ല, ഇന്നത്തെ ജൂതന്മാർ ഒട്ടുമില്ല. പണ്ട് പറയല്ലേ, പണ്ട് ചരിത്രം പറഞ്ഞ് മറിക്കലൊക്കെ ഒരു ജനത ഇങ്ങനെ കുറേ കഥകൾ പറഞ്ഞ് പീഡിപ്പിക്കലും കഥകൾ പറഞ്ഞ് ഇരവാദം ഉയർത്തലും ഒക്കെ കുറേ കഴിയുമ്പോൾ ഒരു നാഗരിക ജനതയ്ക്ക് മടുക്കുന്നത് എങ്ങനെയാണെന്ന് ക്രിസ്ത്യാനിറ്റി 21-ാം നൂറ്റാണ്ടിൽ തിരിച്ചറിയുകയാണ്. പറയുന്നു അന്നത്തെ ജൂതന്മാർ ഇന്നില്ല, അന്നുണ്ടായിരുന്ന എല്ലാ ജൂതന്മാരും അത് ചെയ്തിട്ടില്ല എന്നാണ് പോപ്പ് 69 പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ചരിത്രം യഥാർത്ഥത്തിൽ ഒരു നാഗരിക ജനത വിശകലനം ചെയ്യേണ്ടത് അങ്ങനെയാണ്. ജൂതന്മാർ എൻറ്റയർലി ജൂതന്മാർക്കെതിരെയുള്ള കലാപത്തിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ള യോഹന്നാൻ്റെ സുവിശേഷമാണ്. കാരണം ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും ജൂതന്മാരെന്ന് തെളിച്ച് പറയുന്നത് അല്ലെങ്കിൽ മറുജാതിക്കാൾ പ്രീസ്റ്റുകൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ യോഹന്നാൻ കൃത്യമായിട്ട് പറഞ്ഞ ജൂതന്മാർ, ജ്യൂസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതോടെ ക്രിസ്തു ഒരിക്കലും ജൂതന്മാരൊഴികെയുള്ളവരുമായിട്ട് യാതൊരു ഡീലിങ്സും ക്രിസ്തുവിനില്ല. ജെൻറ്റൈൽസ് എന്നാണ് പറയുന്നത്, പുറംജാതിക്കാർ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അശുദ്ധി ഉള്ളവർ,
കാര്യം ഈ സ്വർഗം എന്ന് പറയുന്ന ജൂത സ്വർഗം എന്ന് പറയുന്ന ജൂതന്മാർക്ക് മാത്രമുള്ളത്, മറ്റുള്ളവർക്ക് അതിനുള്ള അവകാശമില്ല.